നിങ്ങൾ ഒരു മലയാളിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞത് ഒരിക്കലെങ്കിലും ഈ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. വണ്ണം വെച്ചല്ലോ, വണ്ണം കുറഞ്ഞല്ലോ, കല്യാണമായില്ലേ, ഇതുവരെ കുഞ്ഞുങ്ങൾ ആയില്ലേ, ശമ്പളം എത്രയാണ്, വീട് വെച്ചില്ലേ, ജോലി മാറിയില്ലേ, ഇത്രയും കാലമായിട്ട് മുടി വല്ലാണ്ടങ്ങ് കൊഴിഞ്ഞല്ലോ, മുഖം ക്ഷീണിച്ചല്ലോ. മലയാളികൾക്ക് കാലാവസ്ഥ മാറും, പക്ഷെ ചോദ്യങ്ങൾ ഒരിക്കലും മാറില്ല. പക്ഷെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ചോദ്യങ്ങളുടെ പിന്നിൽ ഒരാളുടെ മനസ്സ് എത്രമാത്രം തകരുന്നുവെന്ന്? ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. നമ്മൾ ചോദിക്കുന്നത് ഒരു ചോദ്യം മാത്രം, പക്ഷേ അത് കേൾക്കുന്ന ഒരാൾ ഒരു പക്ഷേ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആളായിരിക്കാം, മാസങ്ങളായി മാനസിക സമ്മർദ്ദത്തിൽ കഴിയുന്ന ഒരാളായിരിക്കാം, കടബാധ്യതകളോട് പോരാടുന്ന ഒരാളായിരിക്കാം, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു അമ്മയായിരിക്കാം, ജീവിതത്തിൽ പരാജയപ്പെട്ടുവെന്ന് കരുതി കരയുന്ന ഒരാളായിരിക്കാം, ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ മനസ്സിൽ ഒളിപ്പിച്ചു നടക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ നമ്മൾ കാണുന്നത് അവരുടെ രൂപം മാത്രം, അവരുടെ പോരാട്ടങ്ങൾ നമ്മൾ കാണുന്നില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ വണ്ണം കൂടിയാൽ പ്രശ്നം, വണ്ണം കുറഞ്ഞാൽ അതിലും പ്രശ്നം, ജോലിയില്ലെങ്കിൽ പ്രശ്നം, ജോലി കിട്ടിയാൽ ശമ്പളം ചോദിക്കും, കല്യാണമായില്ലെങ്കിൽ പ്രശ്നം, ആയാലോ കുഞ്ഞു ചോദിക്കും, ഒരു കുട്ടി ഉണ്ടായാൽ രണ്ടാമത്തെ കുട്ടിയെക്കുറിച്ച് ചോദിക്കും. ജീവിതത്തിൽ എല്ലാത്തിനും ഉത്തരമുണ്ടെങ്കിലും അടുത്ത ചോദ്യം മലയാളികൾക്ക് ഓൺ ദി സ്പോട്ട് റെഡിയാണ്. ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കും ആ ചോദ്യങ്ങൾക്ക് അവസാനം ഇല്ലെന്ന്. കാരണം പ്രശ്നം നിങ്ങളല്ല, പ്രശ്നം ചോദ്യങ്ങളുടെ സംസ്കാരമാണ്. ഇനി ഞാനൊരു രഹസ്യം പറയാം. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ റിപ്പോർട്ട് കാർഡ് അല്ല. നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കാൻ കുറച്ച് കാര്യങ്ങൾ ഓർക്കുക. നമ്പർ 1, എല്ലാവർക്കും അഭിപ്രായമുണ്ട്, പക്ഷേ എല്ലാവർക്കും നിങ്ങളുടെ ജീവിതം അറിയില്ല. അവർ കാണുന്നത് വെറും 5 മിനിറ്റ്, നിങ്ങൾ ജീവിക്കുന്നത് 24 മണിക്കൂർ. നമ്പർ 2, ചോദ്യങ്ങൾ കേൾക്കൂ, പക്ഷേ ഹൃദയത്തിലേക്ക് കയറ്റരുത്. ഒരാൾ വണ്ണം വെച്ചല്ലേ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. തേർഡ് 1, നിങ്ങളുടെ ജീവിതം ഒരു മത്സരമല്ല. ബന്ധുവിൻ്റെ മകൻ, അയൽവാസിയുടെ മകൾ, സുഹൃത്തിൻ്റെ മകൻ, സുഹൃത്തിൻ്റെ ശമ്പളം, ഇവയൊന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അളവുകോൽ അല്ല. ഫോർത്ത് 1, മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ചില ചോദ്യങ്ങൾക്ക് ജസ്റ്റ് ഒരു പുഞ്ചിരി മതി, ചില ചോദ്യങ്ങൾക്ക് മൗനം മതി. ഇനി 5ാമത്തത്, സ്വയം അംഗീകരിക്കുക. ലോകം മുഴുവൻ നിങ്ങളെ അംഗീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കണം. അടുത്ത തവണ നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ, വണ്ണം വെച്ചല്ലോ, വണ്ണം കുറഞ്ഞല്ലോ, കല്യാണമായില്ലേ, ശമ്പളം എത്രയാണ്, ഒന്ന് ജസ്റ്റ് ചിരിക്കൂ. മനസ്സിൽ പറയൂ, ജീവിതത്തിൽ ഒരു ഘട്ടം വരും, അപ്പോൾ നമ്മൾ മനസ്സിലാക്കും മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനല്ല, നമ്മളുടെ ജീവിതം ജീവിക്കാനാണ് നമ്മൾ ജനിച്ചത്. വണ്ണം കൂടിയാലും കുറഞ്ഞാലും, കല്യാണമായാലും ആയില്ലെങ്കിലും, ശമ്പളം കൂടുതലായാലും കുറവായാലും നിങ്ങളുടെ മൂല്യം അതൊന്നുമല്ല തീരുമാനിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു ശരീരം മാത്രമല്ല, ഒരു ശമ്പളം മാത്രമല്ല, നിങ്ങൾ അതിജീവിച്ച കഥകളാണ്, നിങ്ങൾ ജയിച്ച യുദ്ധങ്ങളാണ്, നിങ്ങൾ ഇന്നും തകർന്നു പോകാതെ മുന്നോട്ട് പോകുന്ന ധൈര്യമാണ്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളെ വിലയിരുത്താൻ വന്നാൽ ജസ്റ്റ് ഒന്ന് ചിരിക്കൂ, മനസ്സിൽ പറയൂ, എൻ്റെ ജീവിതത്തിൻ്റെ വില നിങ്ങളുടെ ചോദ്യങ്ങളിൽ അല്ല, എൻ്റെ ജീവിതം ഒരു ചോദ്യ പേപ്പർ അല്ല, എനിക്ക് എല്ലാവർക്കും ഉത്തരം എഴുതേണ്ടതില്ല. മലയാളികളുടെ ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല, പക്ഷേ അവയെ മനസ്സിലേക്ക് കയറ്റാതിരിക്കാൻ നമ്മൾക്ക് പഠിക്കാം. ഒരാളുടെ ശരീരത്തിലെ മാറ്റങ്ങൾ കാണാൻ വളരെ എളുപ്പമാണ്, പക്ഷേ
അവർ ഉള്ളിൽ തകർന്നിട്ടുണ്ടോ എന്ന് കാണാൻ ഒരു നല്ല മനസ്സ് തന്നെ വേണം. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചോദ്യം നിനക്ക് സുഖമാണോ എന്നതായിരിക്കില്ലേ. താങ്ക് യു.